ഈ ഒരു പശ്ചാത്തലത്തിൽ DMK ഏതെങ്കിലും തരത്തിൽ വിജയ് NDA മുന്നണിയുമായി ചേരുന്നത് തടയുവാനുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നുണ്ട്. അത് അണിയറയിലും നടത്തുന്നുണ്ട്, പ്രത്യക്ഷത്തിലും നടത്തുന്നുണ്ട്. അണിയറയിൽ അവർ നടത്തുന്ന കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണത്രേ ഈ വിജയുടെ വിവാഹമോചനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലും, അതായത് വിജയുടെ ഭാര്യ സംഗീത കോടതിയിൽ മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച ഹർജിയുടെ വിശദവിവരങ്ങൾ ഈ ഫെബ്രുവരി 27 കഴിഞ്ഞ ഫെബ്രുവരി 27 പുറത്തു വന്നത് തന്നെ ഈ DMKയുടെ കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് TVK അണികളും TVKയിലെ പ്രധാന നേതാക്കളും ആരോപിക്കുന്നത്. അപ്പോൾ ഇത് DMKയുടെ പ്രത്യക്ഷത്തിലുള്ള കരുനീക്കങ്ങളാണ്. അണിയറയിൽ തന്നെ അവരുടെ ചതിക്കുഴികളും എല്ലാം ഒരുക്കി DMK കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ DMKയുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെ മറ്റൊരു ചതിക്കണി വിജയെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന മറ്റൊരു അഭിപ്രായം. രാഷ്ട്രീയ നിരീക്ഷകർക്ക് മാത്രമല്ല, ഈ തമിഴക വെട്രി കഴകത്തിനുള്ളിൽ തന്നെയുള്ള പ്രമുഖരായ മുതിർന്ന നേതാക്കൾക്കും ആ ഒരു അഭിപ്രായമുണ്ട്. അതെന്താണ് ആ ചതിക്കണികൾ എന്നുള്ളതാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. ആ ചതിക്കണികൾ വളരെ അപകടം പിടിച്ചൊരു രാഷ്ട്രീയ പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ കാണിക്കുന്നതാണ്. കാരണം ഞാൻ മുൻപ് തന്നെ ഈ വിജയുടെ വിജയസാധ്യതകളെയും അല്ലെങ്കിൽ പരാജയ സാധ്യതകളുടെയും വിജയുടെ ഒരു രാഷ്ട്രീയത്തിൽ, തമിഴക രാഷ്ട്രീയത്തിൽ വിജയ് ഉണ്ടാക്കുവാൻ പോകുന്നൊരു സ്വാധീനം എന്തായിരിക്കുമെന്നുള്ള ഒരു വിശകലനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, വിജയ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളിൽ ചിലരെയാണ്. അത് ജോൺ ആരോഗ്യസ്വാമിയാണെങ്കിലും ആദവർജുനയാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ ഈ DMKയുടെ ഭാഗമായിട്ടുള്ള കക്ഷികൾക്ക് വേണ്ടി, അതായത് എടുത്തു പറയുകയാണെങ്കിൽ വിടുതലൈ സിരുത്തെ കക്ഷി എന്നൊരു VCK എന്നൊരു കക്ഷിയുണ്ട്. തിരുമാവളവൻ നേതൃത്വം നൽകുന്ന VCKയിൽ അംഗമായിരുന്നു ഈ ആദവർജുന. ആ VCKയ്ക്ക് വേണ്ടി ഒരു ചാരനായിയാണ്, അതായത് ഫലത്തിൽ DMKയ്ക്ക് വേണ്ടി, VCK എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തത്വത്തിൽ DMKയുടെ അടിമയാണ്. തമിഴൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊത്തടിമയായി കിടക്കുന്ന, കാലടിയിൽ കിടക്കുന്ന ഒരു കക്ഷിയായി VCK മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വിമർശകർ പറയുന്നത്. ആ VCKയ്ക്ക് വേണ്ടി ഫലത്തിൽ DMKയ്ക്ക് വേണ്ടി TVKയിൽ, അതായത് വിജയുടെ കക്ഷിയിൽ ചാരപ്പണിക്ക് വന്ന വ്യക്തിയാണ് ആദവർജുന എന്നുള്ളതാണ് TVKയിലെ തന്നെ പല മുതിർന്ന നേതാക്കളും രഹസ്യമായി മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക. അപ്പോൾ അതിൻ്റെ പല തെളിവുകളും ആദവർജുന കാലാകാലങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്.